പുഴയിൽ വെള്ളത്തിൽ ചങ്ങാടം കെട്ടി ഉണ്ടാക്കാൻ ആഗ്രഹിച്ചിരുന്ന ആ സ്വപ്നം അത് ഇവിടെ കുളത്തിലായി മാറി. തോടും പാടവും കുളവും വീടും കാവും ചേർന്ന ഈ 5ഉം ചേർന്നിട്ടുള്ള ഒരു സംവിധാനം അവിടെ ഒരുക്കിയിരിക്കുന്നത്. കൊടും ചൂടിനെ തോൽപ്പിക്കാൻ AC വാങ്ങാനുള്ള ഓട്ടത്തിലാണ് ആളുകൾ. എന്നാൽ പ്രകൃതി തന്നെ നമുക്ക് AC ഒരുക്കി തന്നാലോ? മണാശ്ശേരിയിലെ ഗോപാലേട്ടൻ്റെ വീട്ടിലാണ് ചുട്ടുപൊള്ളുന്ന ചൂടിലും മനം കുളിർപ്പിക്കുന്ന കാഴ്ച. കുളത്തിനു മീതെ കെട്ടിപ്പൊക്കിയ വീടും അതിനു ചുറ്റുമുള്ള കാടും, ആ കാഴ്ച ഒന്ന് കണ്ടാലോ? തോടും പാടവും കുളവും വീടും കാവും ചേർന്ന ഈ 5ഉം ചേർന്നിട്ടുള്ള ഒരു സംവിധാനം അവിടെ ഒരുക്കിയിരിക്കുന്നത് ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, എനിക്ക് വ്യക്തിപരമായ സ്വാർത്ഥത മാത്രമല്ല, ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് കൂടിയാണിത് സംവിധാനം ചെയ്തിട്ടുള്ളത്. ചെറുപ്പത്തിലെ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു മുക്കം ഇരുവഴിഞ്ഞ് പുഴയിൽ വീടുണ്ടാക്കണം എന്നത്. അച്ഛനോട് 92-ൽ 10 സെൻറ്റ് വയൽ നിലം വാങ്ങിച്ചപ്പോൾ വയലിൽ മണ്ണിട്ട് ഫിൽ ചെയ്യുന്നത് ഞാൻ എതിരാണ് ഏത് കാലത്തും. അപ്പോൾ ഞാൻ പിന്നെ ആലോചിച്ചു, ഈ 10 സെൻറ്റ് എങ്ങനെ വീടുണ്ടാക്കാം, പെർമിഷൻ കിട്ടണമല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 4 സെൻറ്റ് കുളം നിർമ്മിച്ച് എൻ്റെ സ്വപ്നം പുഴയിൽ വെള്ളത്തിൽ ചങ്ങാടം കെട്ടി ഉണ്ടാക്കാൻ ആഗ്രഹിച്ചിരുന്ന ആ സ്വപ്നം അത് ഇവിടെ കുളത്തിലായി മാറി. പിന്നെ മറ്റൊന്ന് ഞാൻ ചെയ്തത്, ഈ വീടിൻ്റെ 4 ഭാഗത്തും ധാരാളം മരങ്ങൾ കുഴിച്ചിട്ടു. മുളയും അത്തിയും അമ്പഴവും പ്ലാവും മാവും മറ്റ് എന്താ പറയുക കാട്ടത്തി ഇതൊക്കെ പ്ലാന്റ് ചെയ്തു. അങ്ങനെ ഒരു പച്ചത്തുരുത്താക്കി മാറ്റി. അപ്പോൾ എന്താ, നമുക്ക് ഈ വേനൽ വരുന്ന സമയത്ത്, വരൾച്ച വരുന്ന സമയത്ത് ചൂട് താങ്ങാൻ പറ്റാത്ത ഗതികേടാണല്ലോ പല സ്ഥലത്തും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു ആശ്വാസമുണ്ട്. കൂട്ടത്തിൽ ഇവിടെ ഈ കുളത്തിലുള്ള വെള്ളം വറ്റിപ്പോവുകയില്ല, അതിന് ഈ ഷെയ്ഡുള്ളതുകൊണ്ട്, ഈ മരങ്ങളുള്ളതുകൊണ്ട്. അപ്പോൾ ഈ ഒരു പ്രയോജനം സമൂഹത്തിനാണെങ്കിലോ പ്രാണവായു ധാരാളം കിട്ടും, എനിക്കും കിട്ടും. വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാലും ഈ വെള്ളം കടന്നു വരും, അത് ഈ പില്ലറിൻ്റെ ഇടയിൽ കൂടി അങ്ങ് ഒഴുകിപ്പോകും. അപ്പം നമുക്കതിൻ്റെ വിഷമം, വീട് ഒഴിയേണ്ട പ്രശ്നമൊന്നും വരില്ല. നീർക്കോലി, തവള, ഞണ്ട്, ആമ തുടങ്ങി കുറേ ജീവജാലങ്ങൾ ഈ വെള്ളത്തിൽ ജീവിക്കുന്നുണ്ട്. അവർക്കൊക്കെ തന്നെ സുരക്ഷിതമായി ജീവിക്കാനും ഈ പറവകൾക്കൊക്കെ വെള്ളം വന്ന് കുടിക്കാനും മൊത്തത്തിൽ ഇഴജീവികൾ, പാമ്പുകൾ വരെ ഉണ്ട് ഇവിടെ. അവർക്കൊക്കെ തന്നെ ജലത്തിൻ്റെ സാന്നിധ്യം വേണം. ഈ വീട്ടിൽ പൊതുവേ നമുക്ക് ഫാനൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യം ഇന്ന് വരെ വന്നിട്ടില്ല. ഇവിടെ ഫ്രിഡ്ജ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടില്ല. ഇവിടെ എയർ കണ്ടീഷൻ ഫിറ്റ് ചെയ്യേണ്ട കാര്യമല്ല. ഇവിടെ എയർ കൂളാണ്. ചുമരുകൾ മൊത്തം ഉപയോഗിച്ചത് ഇഷ്ടിക, ചുടുകട്ട, മണ്ണ് കൊണ്ടുണ്ടാക്കിയ 6 ദ്വാരങ്ങളുള്ള ഇഷ്ടികകളാണ്, ചുടുകട്ടകളാണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയത് മഴക്കാലത്തെ തണുപ്പിനും വേനൽക്കാലത്തെ ചൂടിനെയും ഈ കട്ടകൾക്ക്, മൺകട്ടകൾക്ക് റെസിസ്റ്റ് ചെയ്യാനുള്ള പവറിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ ഉള്ളിൽ എയറും കൂടി ഉണ്ടെങ്കിൽ, വായു കൂടി ഉണ്ടെങ്കിൽ ഉള്ളോട്ട് അതിൻ്റെ എഫക്റ്റ് നമുക്ക് ഉണ്ടാവില്ല. പ്രകൃതി സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ പ്രകൃതിക്ക് ചേർന്ന് നിൽക്കുക. നമ്മൾ പ്രകൃതിയുടെ ഒരു ഭാഗം എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകാതെ, പ്രകൃതിയെ എതിർത്തുകൊണ്ടല്ല, ഇവിടെ ഇണങ്ങിച്ചേർന്ന് ഇവിടെ ജീവിക്കേണ്ടത്. പ്രകൃതി ജീവനമാണ് ഇവിടെ തുടരുന്നത്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും എല്ലാം നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാനുള്ള ശ്രമമാണ് ഇത്. നഷ്ടപ്പെട്ട് വീണ്ടെടുക്കാനുള്ള ശ്രമം കൂടിയാണ്. അതുപോലെ തന്നെ ഈ വരൾച്ച നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ഏത് കാലത്തേക്കും സമൂഹത്തിൻ്റെ ഒരു മെസ്സേജാണ്, സന്ദേശമാണ്.